നമസ്കാരം ശ്രീ രശ്മിനാഥ്. നമസ്കാരം. ഈ ഹിന്ദു വിരുദ്ധത കൊണ്ട് ഇനി പറ്റില്ല എന്ന് സിപിഎമ്മിന് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് വരെ വോട്ട് ബിജെപിക്ക് ചോരുന്നതായി ഒരു വിലയിരുത്തലുണ്ട്. അവരുടെ സംസ്ഥാന സമ്മേളനം ഇനി 4 ദിവസം കൊല്ലത്ത് നടക്കാനിരിക്കുകയാണ്. എങ്ങനെയാണ് പാർട്ടിയുടെ ആ ഒരു വിലയിരുത്തലിന് ഇനി അവരുടെ നീക്കങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? എങ്ങനെ നോക്കിക്കാണും? ഞാനിപ്പോൾ സംസാരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ ഇരുന്നുകൊണ്ടാണ്. ഈ മലപ്പുറം ജില്ലയുടെ പാർട്ടി സമ്മേളനം താനൂരിൽ 3 ദിവസത്തെ സമ്മേളനം നടന്നപ്പോൾ അവരേറ്റവും കൂടുതൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് മലപ്പുറത്ത് ബി.ജെ.പി. CPM കേന്ദ്രങ്ങളിൽ, ശക്തി കേന്ദ്രങ്ങളിൽ കടന്നു കയറുന്നു. ഈ പാർട്ടിയുടെ CPM-ന്റെ നിരവധി വോട്ടുകൾ അപ്രതീക്ഷിതമായി ഓരോ തെരഞ്ഞെടുപ്പിലും ബി.ജെ.പിയിലേക്ക് ഒഴുകി വരുന്നു. ബി.ജെ.പി. ഓരോ ക്രമപ്രകാരമായിക്കൊണ്ട് മലപ്പുറം ജില്ലയിൽ വോട്ട് വർധന നടത്തുന്നു. ഇത് കൊല്ലത്ത് മാത്രമല്ല 14 ജില്ലകളിലും CPM നേരിടുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അവരുടെ പാർട്ടി സമ്മേളനങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ആദ്യത്തെ 10 വരുന്ന ഒരു പ്രശ്നമായിട്ടാണ് ബി.ജെ.പിയുടെ കടന്നുകയറ്റത്തെ കുറിച്ച് CPM ചർച്ച ചെയ്യുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, CPM ഒരു കാലത്ത് ഈ നാട്ടിലെ ബൂർഷ്വാ സംവിധാനത്തോട് എതിരിട്ടുകൊണ്ട് ജന്മിത്ത വ്യവസ്ഥയ്ക്കെതിരെ സംസാരിച്ചുകൊണ്ട് ഗുരുദേവൻ ഉഴുതുമറിച്ച് ഇട്ട ആ ഒരു മണ്ണിലേക്ക് വിത്തിട്ടുകൊണ്ട് ഗുരുദേവന്റെ ആശയങ്ങൾ തന്നെയാണ് ഞങ്ങളും പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലേക്ക് വന്നിട്ടുള്ള ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പക്ഷേ അധികാരത്തിന്റെ ആ ഒരു ശീതള ഛായ അവർ അനുഭവിച്ചു തുടങ്ങിയപ്പോൾ യഥാർത്ഥത്തിൽ ഈ പട്ടിണിക്കാരോടോ പാവങ്ങളോടോ അല്ലെങ്കിൽ കർഷകരോടോ കർഷക തൊഴിലാളികളോടോ തൊഴിലാളി സമൂഹത്തോട് പോലും ഒരു തരത്തിലുള്ള നീതിയും പുലർത്താൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇവിടെ കമ്പ്യൂട്ടർ വന്നപ്പോൾ അതിനെ എതിർത്തു, ട്രാക്ടർ വന്നപ്പോൾ എതിർത്തു, JCB വരുമ്പോൾ എതിർക്കുന്നു. എല്ലാ വികസന സംവിധാനങ്ങളും ഈ കേരളത്തിൽ വരുമ്പോൾ, രാജ്യത്ത് വരുമ്പോൾ അതിനെതിരെ ശക്തമായ സമരം നടത്തുകയും 10 വർഷത്തിന് ശേഷം ആ സമരം തെറ്റായി പോയി എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു അത്ഭുത പാർട്ടിയായിട്ടാണ് CPM-നെ ഇടതുപക്ഷത്തെ നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുന്നത്. കാരണം എപ്പോഴാണോ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ സമയത്ത് അവർക്കത് മനസ്സിലാവുന്നില്ല. അത് കഴിഞ്ഞ് 10 വർഷങ്ങൾക്ക് ശേഷമാണ് അവർക്ക് ഈ ഒരു വികസനത്തിന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു, ഈ വികസനം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. നോക്കൂ, ഇപ്പോഴും നമ്മൾ നാട്ടിലൂടെ പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ DYFIയുടെ അല്ലെങ്കിൽ CPM-ന്റെ വലിയ ബോർഡുകളൊക്കെ നമുക്ക് പല സ്ഥലത്തും കാണാൻ സാധിക്കും. മാറുമറയ്ക്കാനുള്ള അവകാശം വാങ്ങിക്കൊടുത്തു, ചെരുപ്പ് ഇടാനുള്ള അവകാശം വാങ്ങിക്കൊടുത്തു, അതുപോലെ വീട് ഓടിടാനുള്ള അവകാശം, പുൽക്കൂടിൽ നിന്നും ഓടിട്ട വീട്ടിലേക്ക് കയറാനുള്ള അവകാശം വാങ്ങിക്കൊടുത്തു, വഴി നടക്കാനുള്ള അവകാശം വാങ്ങിക്കൊടുത്തു. അങ്ങനെ നിരവധി അവകാശങ്ങൾ വാങ്ങിക്കൊടുത്ത ഒരു വലിയ ലിസ്റ്റ് എഴുതിയിട്ടുള്ള വലിയ ഫ്ലക്സ് ബോർഡുകൾ നമുക്ക് പല സ്ഥലത്തും കാണാൻ സാധിക്കും ഇടതുപക്ഷത്തിന്റെ. പക്ഷെ ഇതിൽ അവർക്ക് എന്നുള്ള ഒരു പങ്കെന്താണ്? ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും അയ്യാ വൈകുണ്ഠസ്വാമിയും അതുപോലെ തന്നെ മഹാത്മാ അയ്യങ്കാളിയും അടങ്ങുന്ന VT ഭട്ടതിരിപ്പാട്, മന്നത്ത് പത്മനാഭൻജി, അവരൊക്കെ അടങ്ങുന്ന ഒരു വലിയ സാമൂഹിക പരിഷ്കർത്താക്കളുടെ നീണ്ട നിര തന്നെ ഈ കേരളത്തിലുണ്ടായിരുന്നു. ക്ഷേത്രത്തിനടുത്തൂടെ വഴി നടക്കാനുള്ള അവകാശത്തിന് വേണ്ടിയിട്ട് SNDP യോഗത്തിന്റെ നേതൃത്വത്തിൽ വൈക്കം സത്യാഗ്രഹം നടക്കുമ്പോൾ ആ യോഗത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട്, പിന്തുണ അർപ്പിച്ചുകൊണ്ട് മഹാനായ മന്നത്ത് പത്മനാഭൻജിയുടെ നേതൃത്വത്തിൽ സവർണ ജാഥയാണ് അങ്ങോട്ട് വന്നിട്ടുള്ളത്. അവരെ അവിടുന്ന് ആട്ടി ഓടിക്കാനല്ല വന്നത്. അവരുടെ ആവശ്യങ്ങൾ, അവർണ ജാതിക്കാർ പറയുന്ന അവകാശങ്ങളും ആവശ്യങ്ങളും അവർക്ക് വേണം, നൽകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഉയർന്ന ജാതിക്കാരെന്ന് പറയുന്ന നായർ സമുദായാംഗങ്ങൾ അന്നത്തെ ആചാര്യനായിട്ടുള്ള മന്നത്ത് ആചാര്യന്റെ നേതൃത്വത്തിൽ അങ്ങോട്ട് സവർണ ജാഥ സംഘടിപ്പിച്ചുള്ളത്. എവിടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അവിടെ പങ്കുള്ളത്? അങ്ങനെ ഓരോ കാര്യങ്ങൾ എടുക്കാൻ കല്ലുമാല സമരം നടന്നിട്ടുണ്ട്. കല്ലുമാല സമരം മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ സ്വർണ്ണമാല അണിയാനുള്ള അവകാശം കീഴ്ജാതിക്കാർക്കില്ല, അത് മേൽജാതിക്കാർക്കേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അതിനെതിരെ ശക്തമായ സമരം നടത്തിയയാളാണ് മഹാത്മാ അയ്യങ്കാളി. ഈ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചോരയൊഴുക്കിക്കൊണ്ട് സമരം ചെയ്യുമ്പോൾ ഈ കേരളത്തിലെ ഹൈന്ദവ സാമൂഹിക പരിഷ്കർത്താക്കന്മാര്, സമുദായ നേതാക്കന്മാര് ഒരു തുള്ളി രക്തം പോലും വീഴിക്കാതെയാണ് ഈ കേരളത്തിലെ ഭ്രാന്താലയം എന്ന് സ്വാമി വിവേകാനന്ദൻ വിശേഷിപ്പിച്ച ആ ഭ്രാന്താലയത്തെ, കേരളം എന്ന ഭ്രാന്താലയത്തെ ദൈവത്തിന്റെ സ്വന്തം നാടാക്കി കൊണ്ടുവന്നത്. അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു ശ്രീ പങ്കുമില്ല. രശ്മിനാഥ്, അതെ. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ചരിത്രം തിരുത്തി എഴുതിക്കൊണ്ടൊക്കെ ഇവരെങ്ങനെയോ എല്ലാ മാറ്റങ്ങളുടെയും കാരണക്കാർ തങ്ങളാണെന്നൊരു ബോധം കേരളീയ സമൂഹത്തിലേക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൊണ്ടുവന്നു. അവരതിൽ വിജയിച്ചു എന്ന് പറയാം. പക്ഷെ അതിൽ നിന്ന് ജനങ്ങൾ മാറ്റം
മനസ്സിലാക്കി തുടങ്ങി. അതിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ ഇത്രയും കാലം ഞങ്ങൾ പറ്റിക്കപ്പെടുകയായിരുന്നു, ഞങ്ങൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന് ബോധ്യം വന്നപ്പോഴാണ് ആളുകൾ മാറാൻ തുടങ്ങിയിട്ടുള്ളത്. അത് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് കേരളത്തിൽ സാധിക്കുന്നു. അവിടം കൊണ്ടാണ് ഞങ്ങൾ വിജയിക്കുന്നത്. നോക്കൂ, പുന്നപ്ര വയലാർ സമരം നടന്നിട്ടുള്ള ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീമതി ശോഭാ സുരേന്ദ്രൻ നേടിയ വോട്ട് എത്രയാണ് അവിടെ? എത്ര വോട്ടിന്റെ, ലക്ഷക്കണക്കിന് വോട്ടിന്റെ വർധനമാണ് ഒറ്റയടിക്ക് നേടിയിട്ടുള്ളത്. ആറ്റിങ്ങൽ V മുരളീധരൻ, മുൻ കേന്ദ്രമന്ത്രി, അദ്ദേഹം നേടിയ വോട്ട് വെറും 15,000-ൽ താഴെ വോട്ടിന്റെ വ്യത്യാസത്തിലാണ് അദ്ദേഹം അവിടെ പരാജയപ്പെട്ടുള്ളത്. അവിടെ BJP അടിച്ചു കയറി വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർജി, അദ്ദേഹത്തിന് കിട്ടിയ വോട്ട് എത്രയാ? ഈ തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ഒക്കെ 15,000 വോട്ടിൽ താഴെ മാത്രമാണ് BJP-യും CPM അല്ലെങ്കിൽ വിജയിച്ച പാർട്ടിയും തമ്മിലുള്ള വ്യത്യാസം. അത് നമ്മൾ മനസ്സിലാക്കണം. അത് ചോർച്ച മുഴുവൻ വന്നിട്ടുള്ളത് BJP-യിലേക്ക് വന്നിട്ടുള്ളത് CPM-ൽ നിന്ന് മാത്രമല്ല, കോൺഗ്രസിൽ നിന്നും വന്നിട്ടുണ്ട്. ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ള ഇടത് ഗവൺമെന്റ് ഇവിടുത്തെ സാധാരണക്കാർക്ക് വേണ്ടി സംസാരിക്കുന്നതിന് പകരം ഇവിടുത്തെ കുത്തക മുതലാളിമാർക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അത് ഇവിടുത്തെ പൊതുസമൂഹം മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഇന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന 2014 മുതൽ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റ് നടപ്പിലാക്കിയിട്ടുള്ള 348-ലധികം വികസന പദ്ധതികൾ, ഒരു ദിവസം ഒരു പദ്ധതി എന്ന കണക്കിലാണ് നരേന്ദ്രമോദി ഗവൺമെന്റ് രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി വികസന പദ്ധതികൾ കൊണ്ടുവന്നിട്ടുള്ളത്. ആ ഒരൊറ്റ പദ്ധതിയിൽ പോലും മതം നമുക്ക് കാണാൻ സാധിക്കില്ല, രാഷ്ട്രീയം കാണാൻ സാധിക്കില്ല, ആണെന്നോ പെണ്ണെന്നോ എന്നുള്ള വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കില്ല. എല്ലാ വിഭാഗം ജനങ്ങൾക്കും കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന തരത്തിലുള്ള 348-ലധികം പദ്ധതികൾ, സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പദ്ധതികൾ ഈ രാജ്യത്ത് നരേന്ദ്രമോദി നടപ്പിലാക്കി. പക്ഷെ കേരളത്തിലെ ഗവൺമെന്റ് ഇവിടുത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി തയ്യാറാകുന്നില്ല. ഇവിടുത്തെ ഓരോ പഞ്ചായത്ത് മെമ്പറും, ഓരോ ബ്ലോക്ക് മെമ്പറും, ഓരോ ജില്ലാ പഞ്ചായത്ത് മെമ്പറും, MLA-മാരും MP-മാരും ഒക്കെ ഈ പദ്ധതികൾ ഇവിടുത്തെ സാധാരണക്കാർക്ക് എത്തിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. തമിഴ്നാട്ടിൽ നടക്കുന്നുണ്ട്, BJP അല്ല അവിടെ ഭരിക്കുന്നത്. കർണാടകയിൽ നടക്കുന്നുണ്ട്, BJP അല്ല ഭരിക്കുന്നത്. ആന്ധ്രയിൽ നടക്കുന്നുണ്ട്, BJP അല്ല ഭരിക്കുന്നത്. BJP അല്ലാത്ത പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ, കേരളം ഒഴിച്ച് മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര പദ്ധതികൾ സാധാരണക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടി മത്സരിച്ച് നടക്കുമ്പോൾ കേരളത്തിൽ ഒരു പദ്ധതി പോലും ഇവിടുത്തെ സാധാരണക്കാരന് വേണ്ടി കൊടുക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് സർക്കാർ തയ്യാറാവുന്നില്ല. PMAY പദ്ധതി കേന്ദ്ര സർക്കാർ പറഞ്ഞ ഏറ്റവും വലിയൊരു പദ്ധതിയാണ്. ഏതൊരു സാധാരണക്കാരനും കിടക്കാൻ ഒരു കൂര. ആ പദ്ധതിക്കുള്ള പണം കൊടുത്തപ്പോൾ അതിൽ നിന്നൊരു വിഹിതം അടിച്ചു മാറ്റിക്കൊണ്ട് ലൈഫ് പദ്ധതി എന്ന പേരിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റുകാർ വന്നു. ഇന്നെന്താണ് ലൈഫ് പദ്ധതിയുടെ അവസ്ഥ? കയ്യിൽ പണമില്ല. പക്ഷേ മന്ത്രിമാർക്ക് പുതിയ കാറുകൾ വാങ്ങുന്നു, പുതിയ മന്ദിരങ്ങൾ ഉണ്ടാക്കുന്നു. ഒരു പണിയുമില്ലാതെ ഡൽഹിയിൽ പോയിരുന്ന് ചൊറിയും കുത്തി ഇരിക്കുന്ന KV തോമസ് മുൻ MP-ക്ക് ശമ്പളം ലക്ഷങ്ങളാണ് കൂട്ടി നൽകുന്നത്. അതേ സമയത്ത് ഇവിടെ തൊഴിലില്ലായ്മ നടമാടിക്കൊണ്ടിരിക്കുകയാണ്. ആശാവർക്കർമാര് അവരുടെ സമരം നടക്കുകയാണ്. അവർക്ക് ഓണറേറിയം 700 രൂപ കൂട്ടിക്കൊടുക്കണമെന്ന് ചോദിച്ചിട്ട് സമരം നടക്കുമ്പോൾ അതിനെ അവർക്ക് കാണാൻ സാധിക്കുന്നില്ല. സാധാരണക്കാർക്ക് വേണ്ടി പണിയെടുക്കുന്ന ആശാവർക്കർമാരെ അവർക്ക് കാണാൻ സാധിക്കുന്നില്ല, സാധാരണക്കാരെ കാണാൻ സാധിക്കുന്നില്ല. പകരം അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന, കമ്മ്യൂണിസ്റ്റ് സർക്കാരിന് വേണ്ടി ഡൽഹിയിൽ വിടുപണി ചെയ്യുന്ന ആളുകൾക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ ശമ്പളം ഒരു കാര്യവുമില്ലാതെ ഈ സാധാരണക്കാരൻ നൽകുന്ന നികുതി പണം കൊണ്ട് നിറയ്ക്കുന്ന ഖജനാവിൽ നിന്ന് എടുത്തു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ അത് ചിന്തിക്കുന്നു, അവർക്കത് കാണാൻ സാധിക്കുന്നു, അവരെല്ലാവരും മാറി ചിന്തിക്കാൻ തുടങ്ങുന്നു. അത് തന്നെയാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ അപജയം. ആ അപജയത്തെയാണ് അവർക്ക് ഇനി എന്ത് ചെയ്തിട്ടും ഇല്ലാതാക്കാൻ സാധിക്കില്ല. ഇതൊരു പ്രകൃതി നിയമമാണ്. ഒരു കാലഘട്ടം കഴിയുമ്പോൾ ഏതൊരു സംവിധാനവും താഴേക്ക് വരും. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു അപജയം. അതിനെ ആര് വിചാരിച്ചാലും ഇല്ലാതാക്കാനോ തടയാനോ അവർക്ക് സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. Yes.